ഫാദർ രാജു ജോർജ് തോട്ടത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിർമ്മൽ ഭവൻ ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലെ നിലമ്പൂരിന്റെ ആദരവ് ബഹുമാനായ മിനിസ്റ്റർ ഇപ്പോൾ നൽകുകയാണ്. ഞരളത്ത് ഹരിഗോവിന്ദനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞരളത്ത് ഹരിഗോവിന്ദൻ, അദ്ദേഹത്തിന് നിലമ്പൂരിന്റെ സ്നേഹോപഹാരം ബഹുമാന്യായ വൈദ്യുതി മന്ത്രി ഇപ്പോൾ സമർപ്പിക്കുന്നു. കുമാരി ഷംലയ്ക്ക് ഒരു സ്നേഹോപഹാരം ഇപ്പോൾ സമർപ്പിക്കുന്നു. ശ്രീ നവീൻ പ്രസാദ് അലക്സിന് നിലമ്പൂരിന്റെ സ്നേഹോപഹാരം ഇപ്പോൾ സമർപ്പിക്കുന്നു. തുടർന്ന് സയാൻ MD ശ്രീ മുഹമ്മദ് ഷബീനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, വേദിയിലിരിക്കുന്ന നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ സംഘാടകർ, എൻ്റെ സഹപ്രവർത്തകർ, വേദിയിലിരിക്കുന്ന സോപാന സംഗീത, ഇന്ന് വേണമെങ്കിൽ ആചാര്യൻ്റെ മകൻ ആചാര്യനായിത്തീരുന്ന നമ്മുടെ ഞരളത്ത് ഹരിഗോവിന്ദൻ, വേദിയിലിരിക്കുന്ന നമ്മുടെ ഷംല, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അഭയ നിർമ്മല ഭവൻ നടത്തുന്ന ബഹുമാനപ്പെട്ട രാജു അച്ഛൻ, ബാബുനെ വിളിച്ച് ഇങ്ങോട്ട് വരാം. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന നമ്മുടെ യുവ ശാസ്ത്രജ്ഞൻ നമ്മുടെ നിവിൻ, വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ഇതിൻ്റെ മുഖ്യ പ്രായോജകരായ സ്പോൺസറായ മഹാറാണി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ ഷൈജു, നിലമ്പൂർ പാട്ടുത്സവം ആദ്യം തുടങ്ങാൻ നമ്മളെ സഹായിച്ച, ഇന്ന് ഒരു വലിയ ഓയിൽ കമ്പനിയുടെ കേരളം മുഴുവനുള്ള ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് ഒരു പുതിയ സംരംഭവുമായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന നമ്മുടെ ഷിഹാബ്, ഇന്നത്തെ പരിപാടി നമുക്ക് സ്പോൺസർ ചെയ്യുന്ന ബഹുമാനപ്പെട്ട GD ഇന്റർനാഷണലിന്റെ ഗോപിദാസ്, അതുപോലെ ഇൻഡസ്കൻ പെട്രോളിയത്തിന്റെ ശ്രീ മുരളി, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ വ്യാപാരി വ്യവസായി സമിതിയുടെ, അതുപോലെ തന്നെ മർച്ചന്റ് അസോസിയേഷന്റെ ഏകോപന സമിതിയുടെ അംഗങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട കൗൺസിലർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, മറ്റു സുഹൃത്തുക്കളെ, പത്രമാധ്യമ സുഹൃത്തുക്കളെ, ആസ്വാദകരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം നമ്മൾ 9ാം തവണ വീണ്ടും നമ്മളിവിടെ കൂടുകയാണ്. ഈ 9-8 വർഷത്തിനിടയിൽ നമ്മൾ തെന്നിന്ത്യയിലെ മികച്ച കലാകാരന്മാരുടെ, കലാകാരികളുടെ കലാസ്വാദനം, അവരുടെ കലാപ്രകടനങ്ങൾ നിങ്ങളുടെ ആസ്വദിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലവും നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട്, പിന്തുണ കൊണ്ട് വളരെ നല്ല രൂപത്തിൽ നമുക്കത് പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇവിടുത്തെ ഈ സ്വാഗത നമ്മുടെ പ്രയർ സോങ് ആലപിച്ചത് തന്നെ നമ്മുടെ അച്ഛൻ്റെ രാജു അച്ഛൻ്റെ നേതൃത്വത്തിൽ. രാജു അച്ഛനെ കുറിച്ച് എത്ര പേർക്ക് അറിയും എന്നെനിക്കറിയില്ല. മൂത്തയിടത്ത് നിർമ്മല ഭവൻ എന്ന പേരിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, അശരണർക്ക്, നിരാലംബരായ ആളുകൾക്ക് എന്നും ഒരു സാന്ത്വന സ്പർശമേകിക്കൊണ്ട് അവർക്ക് തണലൊരുക്കി ജീവിക്കുന്ന നമ്മുടെ രാജു അച്ഛൻ, മൂത്തയിടത്ത് നിർമ്മല ഭവൻ നടത്തുന്ന രാജു അച്ഛൻ, ആ രാജു അച്ഛൻ്റെ എല്ലാം രാജു അച്ഛൻ്റെ മക്കളാണ്. രാജു അച്ഛൻ്റെ മക്കൾ എന്നത് കൊണ്ട് തന്നെ
ആ രാജു അച്ഛന്റെ മക്കൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന നിരാലംബരായ സാധാരണക്കാരായ മുഴുവൻ സാധാരണക്കാരന്റെ മക്കളും രാജു അച്ഛന്റെ മക്കളാണ്. ആ മക്കളിൽ ഏറെ പ്രിയപ്പെട്ട അവരെ അച്ഛൻ സംഗീതം പഠിപ്പിക്കുന്നു. അവരെ അച്ഛൻ പിന്നെ എന്തൊക്കെ സർഗവാസന അവരിലുണ്ടോ അതൊക്കെ തൊട്ടുണർത്തിക്കൊണ്ട് അവരെ പരിപോഷിപ്പിക്കുവാൻ പരിലാളിക്കുവാൻ അതിനുവേണ്ടി എന്നും ശ്രദ്ധിക്കുന്ന അച്ഛൻ. ആ അച്ഛൻ പരിശീലിപ്പിച്ച നമ്മുടെ ആ കുട്ടികൾ തന്നെയാണ് ഇന്നത്തെ പ്രയർ സോങ് ഇവിടെ അവതരിപ്പിച്ചത്. മാത്രമല്ല അച്ഛൻ എപ്പോഴും ഒരു അവാർഡിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഒരിക്കലും വരാറില്ല. അച്ഛൻ എപ്പോഴും ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് എപ്പോഴും അച്ഛനോടാണ് ഞങ്ങളൊക്കെ സംവേദിക്കാറുള്ളത്, ചോദിക്കാറുള്ളത്, അഭിപ്രായമാരായുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നമ്മൾ ആരംഭിച്ച വിശപ്പ് രഹിത ഗ്രാമം പദ്ധതി, എല്ലാവർക്കും ഉച്ചഭക്ഷണം കൊടുക്കുന്ന പദ്ധതി ആരംഭിക്കാൻ കാരണം അച്ഛനാണ്. അച്ഛൻ വർഷങ്ങളായി അവിടെ സാധാരണക്കാർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി ആരംഭിച്ച് വളരെ നല്ല രൂപത്തിൽ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അച്ഛനെ നമ്മൾ ഇന്നിവിടെ ആദരിച്ചു. അച്ഛന് വേണമെങ്കിൽ നിരവധി അവാർഡുകൾ ഏറ്റുവാങ്ങാൻ ഉള്ള പ്രവർത്തനം അച്ഛൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആര് വിളിച്ചാലും ഇത്തരം ആദരവുകൾ ഏറ്റുവാങ്ങാൻ അച്ഛൻ പോകാറില്ല. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുവെന്ന അച്ഛനോടുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്.